മന്ത്രിയായി ചുമതലയെടുത്തപ്പോൾ ഒരു 100 ദിന പരിപാടി ഇന്ന് പ്രഖ്യാപിക്കും എന്ന് പറഞ്ഞു. മാൻ ആനിമൽ കോൺഫ്ലിക്റ്റിനെ പ്രധാനമായി അഡ്രസ്സ് ചെയ്തുകൊണ്ടുള്ള 100 ദിന പരിപാടി പ്രഖ്യാപിക്കും എന്നാണ് പറഞ്ഞത്. അല്ലേ? അത് അതിന് അറിയിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പോൾ കോപ്പി തരുന്നതായിരിക്കും. സമയക്കുറവ് കാരണം വിശദാംശങ്ങളിലേക്ക് ഓരോന്നിലേക്കും പോകുന്നില്ല. നമ്മളിപ്പോൾ ഈ 100 ദിവസം കൊണ്ട് ഇപ്പം കേരളത്തിൽ 2500 പരം കിലോമീറ്ററാണ് സോളാർ വേലി സ്ഥാപിച്ചിട്ടുള്ളത്. ഈ 100 ദിനം തീരുമ്പോഴത്തേക്കിനും അത് 2500 കിലോമീറ്ററാക്കി ഈ 100 ദിവസം കൊണ്ട് വർദ്ധിപ്പിക്കും. തുടർന്ന് ഈ വർഷം തന്നെ അത് 3000 വർദ്ധിപ്പിക്കും. ഇതാണ് ഇപ്പോഴത്തെ ഡിപ്പാർട്ട്മെൻ്റ് പ്ലാൻ. പക്ഷേ ഈ സോളാർ ഫെൻസ് ഉള്ളിടത്തും പ്രശ്നങ്ങളുണ്ട്. അതിൻ്റെ വോൾട്ടേജ് ഫ്ലക്ച്വേഷൻ ഉണ്ട്, പല കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് ഒരു സെൻട്രലൈസ്ഡ് ഈ സോളാർ ഫെൻസിങ്ങിൻ്റെ വോൾട്ടേജ് അടക്കമുള്ള വിഷയങ്ങൾ വീക്ഷിക്കാനുള്ള ഒരു സെൻട്രലൈസ്ഡ് ഒരു പ്ലാറ്റ്ഫോം ഉണ്ടായിരിക്കും. പബ്ലിക്കിന് പോലും ആക്സസ് കൊടുക്കും, ലിമിറ്റഡായിട്ട്. അവർക്കും കയറി നോക്കി എവിടെ വോൾട്ടേജിൻ്റെ കാര്യമുണ്ട് എന്നുള്ളത് പരിശോധിക്കും. ഇപ്പോൾ പലപ്പോഴും പല സ്ഥലങ്ങളിലും സൗരോർജ്ജ വേലി തകർത്തുകൊണ്ട്, സോളാർ ഫെൻസ് തകർത്തുകൊണ്ടൊക്കെ മൃഗങ്ങൾ വരുന്നതിൻ്റെ ഒരു കാരണം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് അസറ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. പക്ഷേ അവിടെ താഴെ നിന്ന് പോച്ച കളിക്കും. അത് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ വോൾട്ടേജ് പോകും. അതായത് ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ പഴിയും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് കേൾക്കുമ്പോഴും വളരെ പരിമിതിയിൽ നിന്നുകൊണ്ടാണ് അവർ പ്രവർത്തിക്കുന്നത്. അപ്പോൾ അതിരമ്പള്ളിയിൽ ഞാൻ ചെന്നു. അവിടെ മരണം നടന്ന സ്ഥലത്ത് ചെന്നു. 30 കിലോമീറ്ററോളം ഏറ്റവും ശല്യമുള്ള മേഖലയിൽ ആകെ അതോടെ ജോലി ചെയ്യാൻ 25 ഓഫീസേഴ്സേ ഉള്ളൂ. 25 വരെ വെച്ചാണ് ഇത് മാനേജ് ചെയ്യേണ്ടത്, രാവും പകലുമായി. അല്ലെ, അതിൻ്റെയൊക്കെ പോരായ്മ ഇതിൻ്റെ മോണിറ്ററിങ്ങിലുള്ളത് കൊണ്ട് തന്നെ പഞ്ചായത്തുകളും അതിർത്തി പങ്കിടുന്ന കർഷകരുമായിട്ട് സഹകരിച്ചുകൊണ്ടായിരിക്കും ഇനിയും ഭാവിയിലേക്കുള്ള ഇതിൻ്റെ മെയിൻ്റനൻസ് എന്നുള്ളതാണ്. പിന്നെ ആദ്യം ഞാൻ പറയാൻ ഒരു കാര്യം വിട്ടുപോയി. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് കർഷകർക്കെതിരാന്നൊരു പൊതുബോധം നമ്മുടെ സമൂഹത്തിൽ നിലനിൽപ്പുണ്ട്. ഫോറസ്റ്റിൻ്റെ വനവും വന്യജീവിയും സംരക്ഷിക്കുന്നത് ഞങ്ങളുടെ ഉത്തരവാദിത്വം തന്നെയാണ്. പക്ഷേ കർഷകർ വിരുദ്ധരാണ് എന്നുള്ള മനോഭാവം മാറിയിരിക്കും. കർഷകരെ വിശ്വാസത്തിലെടുത്ത് സഹകരിച്ചുകൊണ്ടായിരിക്കും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് മുന്നോട്ട് പോകുന്നത്. നമ്മൾ ഏറ്റവും വലിയ പ്രശ്നം ഇതിൽ വരുന്ന പ്രശ്നം ഈ സോളാർ ഫെൻസ് ഇട്ടിട്ടുണ്ട്. സോളാർ ഫെൻസ് ഇട്ട് കഴിഞ്ഞാൽ ആന വന്ന് മരം മറിച്ച് അതിൻ്റെ മുഖത്തോട്ട് അത് പൊട്ടിപ്പോകും. അങ്ങനെ പല കാര്യവും. അതുകൊണ്ട് ഞങ്ങളൊരു തീരുമാനമെടുത്തു. ഈ വനാതിർത്തിയിലുള്ള സോളാർ ഫെൻസിൽ നിന്ന് വനത്തിനകത്തേക്കുള്ള വിസ്റ്റ ക്ലിയറൻസ്, അവിടെയുള്ള മരവും അടിക്കാടും അടക്കം എല്ലാം ക്ലിയർ ചെയ്തുകൊണ്ട് കുറഞ്ഞ 20 മീറ്റർ എങ്കിലും ഒരു ക്ലിയർ ചെയ്തുകൊണ്ട് ആനയ്ക്ക് ഈ മരം മറിച്ചിടാൻ ഒക്കാത്ത നിലയിലേക്കുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കുക. എന്നാലും ആന വന്ന് മറിഞ്ഞ് കിടക്കുന്നതൊക്കെ കൊണ്ടുവന്നിടും, അതൊക്കെ വേറെ കാര്യം. ആനയെ പോലെ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഒരു മൃഗമില്ല. പക്ഷെ അത് ഈ 100 ദിവസത്തിനെങ്കിലും ഏറ്റവും പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള 100 കിലോമീറ്റർ 200 ദിവസം കൊണ്ട് വിസ്റ്റ ക്ലിയർ ചെയ്യും. അതിൻ്റെ ഒരു ഗുണം, ഒന്നുമില്ലെങ്കിൽ അതിർത്തിയിൽ താമസിക്കുന്നവർക്ക് ആന വരുന്ന കാണാൻ ഒക്കുമല്ലോ. നിറച്ച് മരമാണെങ്കിൽ കാണാൻ പോലും ഒക്കത്തില്ല എന്നുള്ളതാണ് അതിൻ്റെ കാര്യം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതാണ്, വയനാടാണ് ഏറ്റവും പ്രശ്നമായി നിൽക്കുന്നത്. വയനാടിൻ്റെ കടുവയുടെ ക്യാരിയിങ് കപ്പാസിറ്റി, ഒരു കടുവയ്ക്ക് 20 സ്ക്വയർ കിലോമീറ്ററാണ് വേണ്ടത്. അതാണ് എൻ്റെ നോംസ്. പെരിയാറിൽ 46 കടുവയേ ഉള്ളൂ. അതുകൊണ്ട് പെരിയാറിൽ കാര്യമായി കടുവയുടെ ഏറ്റുമുട്ടൽ ജനങ്ങളുമായി ഉണ്ടാകുന്നില്ല. കടുവ ഏറ്റവും ഷൈ ആയിട്ടുള്ള ആനിമലാണ്.
മനുഷ്യനെ കണ്ടാൽ ഓടിപ്പോകുന്ന ഒരു ഇതാണ്, മനുഷ്യൻ്റെ അടുത്തേക്ക് വരാതിരിക്കുന്നവരാണ്. പക്ഷേ വയനാട് അങ്ങനല്ല, ഏറ്റവും അധികം കടുവയുടെ ശല്യമുണ്ട്. അന്വേഷിച്ചപ്പോൾ എന്താ കാര്യം? 20 സ്ക്വയർ കിലോമീറ്റർ ടെറിട്ടറി വേണ്ടിയ സ്ഥാനത്ത് വയനാട് കേവലം 4 സ്ക്വയർ കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഒരു ടൈഗറിന് ഇപ്പോൾ ഉള്ള സ്പേസ്. 20 വേണ്ടടുത്ത് 4 സ്ക്വയർ കിലോമീറ്ററേ ഉള്ളൂ. അതാണ് അവിടെ കടുവ ശല്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. പക്ഷേ നമുക്കിതിൻ്റെ മറ്റ് കാര്യങ്ങളിലേക്ക് പോകണമെങ്കിൽ രാജ്യത്തെ നിയമത്തിനനുസരിച്ചേ കേരളത്തിൽ പ്രവർത്തിക്കാനൊക്കത്തുള്ളൂ. നമ്മുടെ പല ആൾക്കാരും കൊല്ലണമെന്നൊക്കെ പറയുന്നു. പക്ഷേ രാജ്യത്തെ നിയമങ്ങൾ പലപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കാൻ അനുവദിക്കുന്നതല്ല. അതുകൊണ്ടാണ് വയനാടിൻ്റെ ക്യാരിയിങ് കപ്പാസിറ്റി, അതിന് എത്ര ടൈഗറിനെ ക്യാരി ചെയ്യാനൊക്കെയുള്ള കപ്പാസിറ്റി പഠിക്കാൻ വൈൽഡ് ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ ഭോപ്പാൽ ആസ്പദമാക്കി കേന്ദ്ര ഗവൺമെൻറ് തന്നെ ഒരു സ്ഥാപനത്തെ നമ്മൾ ഈ 100 ദിവസം കൊണ്ട് തന്നെ അപ്രോച്ച് ചെയ്യുവാണ്. സമയബന്ധിതമായി ക്യാരിയിങ് കപ്പാസിറ്റി, അതും അതിനോടൊപ്പം ആനകളുടെ അടക്കം ഉള്ള ക്യാരിയിങ് കപ്പാസിറ്റി. പ്രാഥമികമായി എനിക്ക് കിട്ടിയ കണക്കിൽ തന്നെ ആനകൾ 10 വർഷം കൊണ്ട് അല്ലെങ്കിൽ മുൻപത്തതിൻ്റെ ഇരട്ടി ആനകളായിട്ടുണ്ട് എന്നുള്ളൊരു കണക്കാണ് കിട്ടിയിട്ടുള്ളത്. ഒരു കാര്യം ഞാൻ പറയാം, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇത്രയും നാൾ അവർക്ക് എസ്റ്റിമേഷൻ മാത്രമേ ഉള്ളൂ, കൃത്യമായൊരു കണക്ക് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് കയ്യിലും ഇല്ല നിർഭാഗ്യവശാൽ. അതുകൊണ്ട് ഈ ക്യാരിയിങ് കപ്പാസിറ്റി പഠിക്കുന്നതിനോടൊപ്പം തന്നെ കേരളത്തിലെ ആകെ യാഥാർത്ഥ്യബോധത്തോടു കൂടിയുള്ള ഇതിൻ്റെ ഈ മൃഗങ്ങളുടെ എണ്ണം എടുക്കാൻ നമ്മൾ തീരുമാനിക്കും. പിന്നെ ബാക്കി ബഡ്ജറ്റ് വഴി കുറേ കാര്യങ്ങൾ പറയാൻ, ഈ പറഞ്ഞതുപോലെ ഈ വർഷം ചെയ്യാനുള്ള കുറച്ച് കാര്യങ്ങൾ ബഡ്ജറ്റ് വഴി പറയുന്നത് കൊണ്ട് ഞാൻ ആ കാര്യങ്ങളിലെല്ലാം പറയുന്നില്ല. പക്ഷേ റാപ്പിഡ് റെസ്പോൺസ് ടീം ഇപ്പോൾ കേരളത്തിലാകെ 6000 കിലോമീറ്റർ പെരിമീറ്ററുള്ള വനമുള്ള ഇതിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിന് ആകെ 28 RRT മാത്രമേ ഉള്ളൂ. അതായത് RRT അടക്കം കൂട്ടിയാൽ മാത്രമേ നമ്മൾ ആഗ്രഹിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ നീക്കാൻ സാധിക്കുന്നു. നിങ്ങൾക്ക് തരുന്നത് കൊണ്ട് ഞാൻ എല്ലാ കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല. പിന്നെ ഒരു കാര്യം ഞങ്ങൾ തീരുമാനിച്ചു, വനത്തിനകത്തോ പുറത്തോ വന്യമൃഗ ആക്രമണത്തിൽ ഒരു വ്യക്തി, ഒരു ഇന്ത്യൻ പൗരൻ മരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ധാർമ്മികമായ ഉത്തരവാദിത്വം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിനാണ് എന്നുള്ളൊരു തീരുമാനം. അതിൻ്റെ അടിസ്ഥാനത്തിൽ എത്രയും പെട്ടെന്ന് കോമ്പൻസേഷൻ കൊടുക്കാൻ ഉതകുന്ന എല്ലാ കാര്യങ്ങളും തയ്യാറാക്കുന്ന, ലീഗൽ ഹെയർഷിപ്പ് അടക്കം ഡോക്യുമെൻറ്റ്സ് തയ്യാറാക്കുന്ന എല്ലാ റെസ്പോൺസിബിലിറ്റിയും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഞങ്ങൾ ഏറ്റെടുക്കുകയാണ്. എന്നിട്ട് ആ നിലയിൽ അങ്ങനൊരു അപകടം ഒഴിവാക്കാനുള്ള ഒരുപാട് കാര്യങ്ങൾ ആലോചിക്കുന്നുണ്ട്. എന്നിട്ടും അപകടം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെ റെസ്പോൺസിബിലിറ്റി ഒരു ഹെൽപ്പ് ഡെസ്ക് എന്നുള്ള നിലയിൽ ഒരു ഉദ്യോഗസ്ഥനെ ചുമതലപ്പെടുത്തി അതിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻ്റ് ആയിരിക്കും എന്നുള്ള ഒരു തീരുമാനമുണ്ട്. പിന്നെ ഇതിൻ്റെ UDF മാനിഫെസ്റ്റോയിൽ പറഞ്ഞതനുസരിച്ചുള്ള മരണവും മറ്റ് കാര്യങ്ങൾക്കുള്ള അതിനുള്ള നടപടികൾ സ്വീകരിക്കുന്നതായിരിക്കും. ഒരു സംസ്ഥാന തലത്തിൽ ഒരു കൺസൾട്ടേറ്റീവ് കമ്മിറ്റി ഉണ്ടായിരിക്കും ഇനി മുതൽ. അത് ഈ കാര്യത്തിൽ ഈ പറഞ്ഞതുപോലെ വ്യക്തമായ കാഴ്ചപ്പാടുള്ള ഒരുപക്ഷെ മുൻ ഉദ്യോഗസ്ഥർ, പ്രഗത്ഭരായിട്ടുള്ള മുൻ ഉദ്യോഗസ്ഥരും കർഷക പ്രതിനിധികളും എല്ലാവരും കൂടെ ചേർന്നുള്ള ഒരു കൺസൾട്ടേറ്റീവ് കമ്മിറ്റി, ഒരു സഹകരണത്തോടുകൂടി ഈ വിഷയത്തെ അഡ്രസ്സ് ചെയ്യാനുള്ള കമ്മിറ്റികളുണ്ടാവും. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് കാര്യങ്ങൾ ഞാൻ പോലും പ്രതീക്ഷിക്കാത്ത നിലയിലേക്ക് 100 ദിവസം കൊണ്ട് ചെയ്യാനൊക്കുന്ന കാര്യങ്ങൾ ഇവർ പറഞ്ഞിട്ടുണ്ട്. നമുക്കിതിൻ്റെ റീഹാബിലിറ്റേഷൻ, ഇത് ഈ മൃഗങ്ങളെ പിടിച്ചു കഴിഞ്ഞാലുള്ള എന്ത് ചെയ്യുമെന്ന് അറിയാൻ വയ്യാത്തൊരവസ്ഥയാണ്. പ്രോബ്ലമാറ്റിക്കായിട്ടുള്ള ഒരു ആനിമലിനെ അഥവാ എല്ലാ നിയമങ്ങളും അനുസരിച്ച് പിടിച്ചെന്ന് വെച്ചോ, നമുക്ക് വയനാട്ടിലാണ് ആകെ ഒരു കപ്പാസിറ്റി ഉണ്ടായിരുന്നത്, അത് ഫുള്ളാണ്. അന്നേരം അത് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. നമ്മളിപ്പോൾ ഇതിനകം തന്നെ ഇന്ത്യൻ എയർഫോഴ്സുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്, പ്രാഥമിക ചർച്ചകൾ നടന്നു കഴിഞ്ഞു. ഇതിനെ ട്രാൻസ്ലൊക്കേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ നമ്മളൊരെണ്ണത്തിനെ പിടിക്കുന്ന ഒരു വനത്തിൽ കൊണ്ടുപോകുമ്പോഴത്തേക്കിന് നാട്ടുകാർ അവിടെ എതിർക്കുകയാണ്, ഇവിടെ ഇറക്കാനൊക്കത്തില്ലെന്ന് പറയുക. എന്നാൽ ഇന്ത്യൻ എയർഫോഴ്സുമായിട്ട് ഈ ദിവസങ്ങളിൽ തന്നെ സംസാരിച്ചു. അവരുടെ സഹായം കൂടെ ലഭിച്ചുകൊണ്ട് ഉൾവനങ്ങളിലേക്ക് ഇതിനെ മാറ്റുന്നതിനുള്ള ഒരു സാധ്യതയും
അവരുമായിട്ട് സംസാരിച്ച് ഇൻ പ്രിൻസിപ്പിൾ അവരും തയ്യാറാണ്. അവർ ആന ഇതുവരെ ചെയ്തിട്ടില്ല. അതിൻ്റെ സ്റ്റെബിലിറ്റിയുടെ ഒരു പ്ലാറ്റ്ഫോം എങ്ങനെ തയ്യാറാക്കും എന്നുള്ളതാണ്. ബാക്കി മൃഗങ്ങളുടെ എല്ലാം കാര്യത്തിൽ അവർ അതിന് തയ്യാറാകുന്നുണ്ട്. പിന്നെ നമ്മൾ ഒരു കാര്യം ആലോചിക്കുന്നത്, ഇപ്പം വരും ദിവസങ്ങളിൽ ഒരു ആശയമായിട്ട്, പക്ഷേ ഈ 100 ദിവസത്തിൽ ചർച്ച ആരംഭിക്കുന്നതാണ്. പ്രത്യേകിച്ച് മലയോര പ്രദേശങ്ങളിൽ പഞ്ചായത്തുമായി ചേർന്ന് മലയോര കർഷകരുടെ ഭാഗത്തുനിന്നും അവരുമായിട്ട് സഹകരിച്ച് UDF മാനിഫെസ്റ്റോയിൽ ഒരു MACT പോലെ ക്ലെയിം ട്രിബ്യൂണലിനെ കുറിച്ച് പറയുകയുണ്ടായി. അത് പക്ഷേ ഇൻഷുറൻസ് റിലേറ്റഡ് ആയതുകൊണ്ടാണ് ക്ലെയിം ട്രിബ്യൂണലിന് പ്രസക്തിയുള്ളത്. സർക്കാർ എന്തെങ്കിലും കൊടുക്കുന്നതിന് ക്ലെയിം ട്രിബ്യൂണൽ വേണ്ട. അതുകൊണ്ട് നമ്മൾ പ്രത്യേകിച്ച് പൊതുമേഖലാ ഇൻഷുറൻസ് കമ്പനികളുമായി ചർച്ച ചെയ്തിട്ട് മലയോര മേഖലയിൽ ആകെ ഒരു ഇൻഷുറൻസ് സ്കീം കൊണ്ടുവരാനും, അങ്ങനെ ഇൻഷുറൻസ് സ്കീം കൊണ്ടുവരുവാണെങ്കിൽ അതിൻ്റെ ഈ പറഞ്ഞ പോലെ MACT പോലൊരു സംവിധാനം അവിടെ ഏർപ്പെടുത്തുന്നതിൻ്റെ ചർച്ച ഞങ്ങൾ ആരംഭിക്കുകയാണ്. കോമ്പൻസേഷൻ വർദ്ധിപ്പിക്കുന്നതിനൊക്കെ ബഡ്ജറ്റിനകത്ത് വരും. പിന്നെ ഒന്നുകൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇന്ന് ഒരുപാട് പരിപാടിയുള്ള ദിവസമായിരുന്നു. മിസ്റ്റർ ക്ലിയറൻസ് പറഞ്ഞു, കാട്ടുപന്നി, വൈൽഡ് ബോർ. ഇന്ന് അതിൻ്റെ പേരതാണെങ്കിലും കാട്ടിലുള്ളതിനേക്കാൾ കൂടുതൽ പന്നി കാടിൻ്റെ പുറത്തുണ്ട് എന്ന് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കണക്ക് തന്നെ സൂചിപ്പിക്കുന്നു. എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ വളർന്ന്, നാട്ടിൽ പ്രസവിച്ച്, നാട്ടിൽ ജനിച്ച്, നാട്ടിൽ വളർന്ന്, നാട്ടിലെ വേസ്റ്റ് കഴിച്ച് വരുന്ന ഒരു വിഭാഗമായി ഇന്ന് മാറിയിട്ടുണ്ട്. അത് എല്ലായിടത്തും. ഞാൻ വനമന്ത്രിയായപ്പോൾ എൻ്റെ മണ്ഡലത്തിലെ ചിലരുടെ ചോദ്യം, സതീശൻ വനവാസത്തിന് പോകുമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ സാറാണല്ലോ വനവാസത്തിന് പോയെന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു. പക്ഷേ അന്ന് എനിക്ക് പകരം ഒരു വിഷയമുണ്ടായി. ചവറ മണ്ഡലത്തിൽ തീരപ്രദേശത്ത് 4 കാട്ടുപന്നി എന്ന് കാണുന്ന സാഹചര്യം ഉണ്ടായി. അന്നേരം ഇതിൻ്റെ ശല്യം എത്രത്തോളം വ്യാപിച്ചിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ജൂൺ 15-ന് ഞങ്ങൾ ഒരു സ്പെഷ്യൽ ഡ്രൈവ്, ഇന്നിപ്പോൾ കാട്ടുപന്നിയാണെങ്കിലും ഇത് വെർമിനായി പ്രഖ്യാപിക്കാൻ കേന്ദ്ര നിയമം അനുവദിക്കുന്നില്ല. കേന്ദ്ര നിയമത്തിൽ പലതവണ ഇതിനു വേണ്ടി ശ്രമിച്ചെങ്കിലും ചെയ്യുന്നില്ല. ഞങ്ങൾ ആ ശ്രമം ഉപേക്ഷിച്ചിട്ടില്ല. ബഹുമാനപ്പെട്ട ഗവർണറെ ഞാൻ കണ്ട് അദ്ദേഹത്തിൻ്റെ സഹായം തേടിയിട്ടുണ്ട്. ഈ കണക്കുകൾ വെച്ചുകൊണ്ട് കേന്ദ്രത്തിനെ കണ്ട് വെർമിനായി ഡിക്ലെയർ ചെയ്യുകയാണെങ്കിൽ കർഷകർക്ക് തന്നെ കൊല്ലാൻ, നമ്മൾ വനത്തിനോട് തൊട്ട് ചേർന്ന് ഉള്ളിടത്ത് റെസ്ട്രിക്ഷൻ ഉണ്ടാകും, ബാക്കിയുള്ളിടത്ത് കർഷകർക്ക് തന്നെ കൊല്ലാനുള്ള അനുവാദം സ്വാഭാവികമായിട്ട് അങ്ങനെ കിട്ടും. പക്ഷേ ഇല്ലാത്തടത്തോളം കാലം ഇപ്പോൾ ഓണററി വൈൽഡ് ലൈഫ് വാർഡൻ എന്ന് പറയുന്ന ഒരു തസ്തിക പഞ്ചായത്ത് പ്രസിഡന്റ്മാർക്ക് കൊടുത്തിട്ടുണ്ട്. അത് വെച്ചുകൊണ്ടാണ് അവർക്ക് ഓപ്പറേറ്റ് ചെയ്യാവുന്നത്. അപ്പോൾ അവർക്ക് ഇപ്പോൾ ഷാർട്ട് ഷൂട്ടേഴ്സിനെ നമ്മൾ അവർക്ക് വെച്ച് കൊല്ലാമെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഒരു പഞ്ചായത്തിൽ ഒരു ഷൂട്ടർ പോലും ഇല്ല. ഒരു ഷൂട്ടർ വന്നു കഴിഞ്ഞാൽ 5-6 ദിവസം ഇതിൻ്റെ പുറകെ നടന്നാലേ ഒരെണ്ണത്തിനെ കണ്ടെത്തി കൊല്ലാനൊക്കത്തുള്ളൂ. എന്താണേലും ഞങ്ങളൊരു സംവിധാനം ഉണ്ടാക്കി ജൂൺ 15 മുതൽ ഈ വൈൽഡ് ലൈഫിനെ, ഈ 100 ദിവസത്തിനകം വൈൽഡ് ലൈഫിനെ നിയമപരമായി നിന്നുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ഡ്രൈവ്, അതിൻ്റെ കൊല്ലാനുള്ള ഒരു ഡ്രൈവ് തന്നെ നമ്മൾ നടത്തുകയാണ്. കാരണം ഈ നാട്ടിലേക്ക്, വനത്തിന് അതല്ല, വനത്തിൻ്റെ പുറത്തേക്ക് ഇത് ഏറ്റവും വലിയ കർഷകർക്ക് ഉപദ്രവമായി മാറിയ മേഖലയിൽ നിയമത്തിനുള്ളിൽ നിന്നുകൊണ്ട് ഇപ്പോൾ ഏതെങ്കിലും ഷൂട്ടേഴ്സ് ഇല്ലാത്ത പഞ്ചായത്തുകളിലേക്ക് മറ്റ് പ്രദേശത്തു നിന്ന് ഷൂട്ടേഴ്സിനെ കൊടുത്ത്, ഷാർപ്പ് ഷൂട്ടേഴ്സിനെ കൊടുത്ത് നിലവിലുള്ള നിയമങ്ങൾ ഊർജിതപ്പെടുത്തി ഈ വൈൽഡ് ലൈഫിൻ്റെ ഈ കൃഷിക്ക് ഏറ്റവും നാശമുണ്ടാക്കുന്നതിന് ഒരു അറുതി വരുത്താൻ വേണ്ടിയുള്ള പരിശ്രമം ഞങ്ങൾ നടത്തുകയാണ്. ഇതൊക്കെ പറയുമ്പോഴും നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. മൂന്നാർ ഏറ്റവും വലിയ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ്. അവിടെയാണ് എപ്പോഴും പടയപ്പ അടക്കം പണ്ട് അരിക്കൊമ്പൻ്റെ വിഷയമുണ്ട്. എന്തുകൊണ്ടാണ് ആന സ്ഥിരമായിട്ട് ഇവിടെ വരുന്നതെന്ന് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? വേസ്റ്റ് മൊത്തം, മൂന്നാറിൻ്റെ വേസ്റ്റ് മൊത്തം അവിടെ കൊണ്ടിട്ടേക്കുവാണ്, അത് കഴിച്ച് ശീലിച്ചു. അല്ലെ, അതിനൂടൊക്കെ പരിഹാരം കാണാതെ നമ്മളിത് തടയാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കത്തില്ല. അന്നേരം വേസ്റ്റ് മാനേജ്മെൻറ്റിന് മൂന്നാറിൻ്റെ പ്രത്യേകിച്ച് കണ്ണൻ ദേവൻ പോലുള്ള വലിയ സ്ഥാപനം ഉള്ളപ്പോൾ അവരും അവിടുത്തെ മൂന്നാർ മുനിസിപ്പാലിറ്റിയോ പഞ്ചായത്തോ ചേർന്ന് അത്തരം സംവിധാനങ്ങൾ ഉറപ്പുവരുത്തേണ്ടത്. ഓരോ സ്ഥലത്തും ഇതിനെ ആകർഷിക്കുന്നതിനൊരു വിഷയമുണ്ട്. ഇപ്പോൾ അതിരമ്പള്ളിയിൽ കഴിഞ്ഞ ദിവസം മരണം നടന്നു. അവിടെ ചെന്നപ്പം 2020 വരെ അവിടെ ഒരു മരണം പോലും നടന്നിട്ടില്ലാത്ത സ്ഥലമാണ് അതിരമ്പള്ളി. 2021 മുതലാണ് ആന ഇറങ്ങി തുടങ്ങിയത്. ഇപ്പോൾ അതിൻ്റെ കൂടിയത് ഞാൻ പോയി നോക്കിയപ്പോൾ ഓരോ ദിവസവും ഇത് മതിൽ പൊളിച്ചല്ല, സോളാർ വേലി പൊളിച്ചല്ല ആന വരുന്നത്. ആ പ്രദേശത്ത് തന്നെ ജനങ്ങളോടൊപ്പം ആന ഇഷ്ടം പോലെ ഉണ്ട്. അവിടെ ഞങ്ങൾ സ്പെഷ്യൽ ഡ്രൈവ് തുടങ്ങി.
ഇന്നലെ മിനിങ്ങാന്നുമായിട്ട് 8 എണ്ണത്തിനെ നമ്മൾ കാട് കയറ്റി വിട്ടു, ഒരെണ്ണം തിരിച്ചു വന്ന് ഇന്നലെ തന്നെ. അങ്ങനെ ചെയ്യുന്നുണ്ട്. പക്ഷേ പ്രധാനപ്പെട്ട കാരണം ഇപ്പോൾ അവിടെ തന്നെ നിൽക്കാൻ കാര്യം എന്താണ്? പ്ലാന്റേഷൻ കോർപ്പറേഷൻ അവിടെ പൈനാപ്പിൾ ഫാമിംഗ് തുടങ്ങി. ആ പൈനാപ്പിൾ ഫാമിംഗ് നടത്തുന്ന ഏരിയ അവർ വളരെ ശക്തമായി ബന്തോസ് ചെയ്തു, സോളാർ ഫെൻസ് ഇട്ട് ബന്തോസ് ചെയ്തു. ഇതിൻ്റെ മണമടിച്ച് വരുന്ന ആന അവിടുന്ന് തിരിച്ച് കാട്ടിലേക്ക് പോകത്തില്ല, അപ്പുറത്തുനിന്ന് ജനവാസ മേഖലയിലേക്ക് അങ്ങ് ഇറങ്ങുകയാണ്. അപ്പുറത്തൂടെ ഇപ്പുറത്തുനിന്ന് ഇവരുടെ പരിധി വിട്ട് ജനവാസ മേഖലയാണ്, ബാക്കി അങ്ങോട്ടേക്ക് ഇറങ്ങുന്നു. എന്നാലും നമുക്കൊരു റെസ്പോൺസിബിളായിട്ടുള്ള ഇതിന് പരിഹാരവും സഹകരണത്തിൽ കൂടി എല്ലാവരിൽ നിന്നും കർഷകരിൽ നിന്നും ആവശ്യമുണ്ട്. ഞങ്ങളതിന് പ്രൊമോട്ട് ചെയ്യുന്ന ഏറ്റവും വലിയ കാര്യം ഒരു സ്മാർട്ട് അഗ്രികൾച്ചർ എന്നുള്ളൊരിതുണ്ട്. വനാതിർത്തിയിൽ നമ്മൾ ഉപദേശിക്കും എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നത്, ചെയ്യുന്നവരുടെ കാര്യം. അത് മഞ്ഞൾ കൃഷി ചിലത് പരീക്ഷിച്ച് വളരെ എഫക്റ്റീവായിട്ടുണ്ട്, റെമ്യൂണറേറ്റീവ് ആണ്, ഇതിനാണ്. അങ്ങനെയുള്ളവിടെ സൊല്യൂഷൻസ് നമുക്ക് ഇതിൻ്റെ ഒരു തടയിടാൻ വേണ്ടിയുള്ള സൊല്യൂഷൻസ് കൂടെ നമ്മൾ ചെയ്യുന്നതാണ് വിഭവസം. ഏറ്റവും വലിയ നമ്മൾ ആരും കാണുന്നില്ല ഈ എന്തുകൊണ്ട് ഇത് വനം വിട്ടു പുറത്തു വരുന്നു എന്നുള്ള വലിയ ചോദ്യമാണ്. ഇപ്പോഴും ആധികാരികമായ ഉത്തരം നമ്മുടെ കയ്യിലില്ല. അവിടെ ഭക്ഷണത്തിൻ്റെ ക്ഷാമമുണ്ടോ, കുടിവെള്ളത്തിൻ്റെ ആനകൾ കുടിക്കാൻ വെള്ളത്തിൻ്റെ കുറവുണ്ടോ, അതോ എണ്ണത്തിൻ്റെ പെരുപ്പം മാത്രമാണോ എന്നൊക്കെ നോക്കുമ്പോൾ ഒരു കാര്യം നമുക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഈ ഇൻവേസീവായിട്ടുള്ള സ്പീഷീസ് വനത്തിനകത്ത് വളർന്നത്, അവിടുത്തെ പുൽമേടുകൾ ഇല്ലാതാക്കുന്ന സെന്ന അടക്കം ഉള്ള പല ഇതുകൊണ്ട് ഒരു കാലഘട്ടത്തിൽ കൊണ്ട് അക്കേഷ്യ എല്ലാം കൂടെ നട്ടു. അതിന്നിപ്പോൾ ഏറ്റവും വലിയൊരു പ്രശ്നമായി മാറുകയാണ്. പിന്നെ അങ്ങനെയുള്ള ഇൻവേസീവ് സ്പീഷി കാടിൻ്റെ സ്വാഭാവിക ഇതല്ലാതെ അവിടുത്തെ പുൽമേടുകൾ നശിപ്പിക്കുന്നത് വഴി ചെറുമൃഗങ്ങൾക്ക് ഗ്രേസ് ചെയ്യാൻ പറ്റുന്നില്ല. അവരവിടുന്ന് ഗ്രേസിങ്ങിന് വേറെ സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ അതിൻ്റെ പിന്നാലെ പ്രിഡേറ്റേഴ്സ് ആയിട്ടുള്ളവർ വരുന്ന ഒരു സാഹചര്യവും കൂടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ അതിനുള്ള അതിൻ്റെ ഒരു നിർമ്മാർജ്ജനം ഭാഗികമായി നടക്കുന്നുണ്ട്. ഈ സെന്ന എന്ന് പറയുന്ന ഒരു സാധനം ഇത് കുഴിച്ച് അല്ലെങ്കിൽ ഇത് മുറിച്ച് മാറ്റി കഴിഞ്ഞാൽ അതിവേഗത്തിലാണ് വീണ്ടും വളരുന്നത്. അതുകൊണ്ട് ഇതെല്ലാം ഒരു ശാശ്വത പരിഹാരം എന്നുള്ള നിലയിലും കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ബാക്കിയെല്ലാം അതിനകത്തുള്ളത് കൊണ്ട് ഞാൻ എല്ലാത്തിലേയും കടക്കുന്നില്ല. നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം വേണം. ഇത് അതീവ ഗുരുതരമായ ഒരു സ്ഥിതിവിശേഷമാണ് കേരളത്തിൽ നിൽക്കുന്നത്. ഏത് സമയത്തും എവിടെയും അപകടം പതിയിരിക്കുകയാണ്, ഒരു തർക്കവുമില്ല. ആ നിലയിലേക്ക് ഇത് വഷളായിരിക്കുകയാണ്. മാധ്യമങ്ങളടക്കം നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഏറെ പരിമിതിയിൽ നിന്നുകൊണ്ടാണ് അവർ പ്രവർത്തിക്കുന്നത്. ആ പരിമിതികൾ മാറ്റിയെടുത്തുകൊണ്ട് ജനങ്ങൾക്ക് അനുകൂലമായി ഇത് മാക്സിമം മിറ്റിഗേറ്റ് ചെയ്യാനുള്ള കേരളം ഒരു പക്ഷേ ആവശ്യത്തിന് ഫണ്ട് ലഭിക്കുന്ന മുറയ്ക്ക് ഞാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ ഇവിടുത്തെ പറഞ്ഞിരിക്കുന്നത് 2 വർഷം കൊണ്ട് കേരളത്തിൽ ഇതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാകുന്ന നിലയിലേക്ക് ഒരു പ്ലാൻ തന്നെ തയ്യാറാക്കി നടപ്പിലാക്കണം എന്നുള്ളതാണ്. അതിനുള്ള ഫണ്ടൂടെ ലഭ്യമാകും. ഗവൺമെൻറ്റിൽ നിന്നുള്ള പ്രതീക്ഷ തന്നെയാണ്. അതിന് എല്ലാവരുടെയും സഹകരണം ഉണ്ടാകണം എന്നുള്ളതാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. അവിടുത്തെ ടോട്ടൽ സ്ക്വയർ കിലോമീറ്റേഴ്സും അവിടെയുള്ള വയനാടിൻ്റെ 2 രീതിയിൽ അത് നോക്കേണ്ടി വരും. മുത്തങ്ങ, മുതുമല, ബന്ദിപ്പൂർ ഇത് കണ്ടിന്യൂസ് ആയിട്ട് കിടക്കുക. അവിടുത്തെ കണക്ക് അവിടെ 400ഓളം കടുവയുണ്ടെന്നുള്ളതാണ് അവിടുത്തെ കണക്ക്. വയനാട് മുത്തങ്ങ മാത്രമായിട്ട് അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി വന്നുകൊണ്ടിരിക്കും. മുത്തങ്ങ മാത്രമായിട്ട് നേരത്തെ ഉണ്ടായിരുന്ന കണക്ക് 120 കടുവയായിരുന്നു അല്ലേ? ഏത് വർഷമായിരുന്നത്? 5 വർഷം മുമ്പ്. അതാണ് ഞാൻ പറഞ്ഞത്. ബിറ്റ്വീൻ ദ 3 ടുഗദർ 400 ആണ് കണക്ക്. ഇറ്റ് ഈസ് 400. ഇത് 120 നേരത്തെ ആയിരുന്നു. ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് കണക്കിൽ 80 ഉള്ളൂ. 120 എന്നുള്ളത് 40 കുറഞ്ഞ് 80 ആണ്. അതാണ് ഞാൻ പറഞ്ഞത്. ടോട്ടൽ എടുത്താൽ അറിയാമല്ലോ. ഞാൻ പറഞ്ഞതേ, ഞാൻ പാനിക് ആക്കാൻ വേണ്ടി പറഞ്ഞതല്ല. ഞാനത് പിന്നെയും നോക്കിയതാണ്.
അതാണിത് മൂന്നും കൂടെ ചേർത്ത് നോക്കുമ്പോൾ 398 അങ്ങനെ എന്തോ ആണ് ഒരു ഫിഗർ. ഇത്രയും ടോട്ടൽ കടുവ ഉണ്ട്. അതിൽ അവസാനത്തെ കണക്കിൽ വെച്ച് 80 കടുവ മുത്തങ്ങായിലുണ്ടാകും. ഇതെല്ലാം എസ്റ്റിമേഷനാണ്, ഞാനത് സമ്മതിക്കുന്നു. പ്രോപ്പർ ക്യാമറ ട്രാപ്പും പല രീതിയിലുള്ള പറഞ്ഞു തരുന്നത് എസ്റ്റിമേഷൻ വെച്ച് ടോട്ടൽ സ്ക്വയർ കിലോമീറ്റേഴ്സുമായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് ഇതുണ്ട്. എന്താണേലും അവിടെ ടെറിട്ടറി പാനിക് എന്ന് പറയുമ്പോൾ ഈ ടെറിട്ടറിക്ക് വേണ്ടി ഫൈറ്റിൽ കുറേ ചാവും. അത് ഓട്ടോമാറ്റിക്കായിട്ട് 50% ചത്തിയത്ത് പോകും എന്നുള്ളതാണ് ഒരു കണക്ക്. അതകത്ത് തന്നെ സംഭവിക്കുന്നത്. എന്നാലും കുറച്ച് പുറത്തിറങ്ങി വരുന്നത്. അതുകൊണ്ടാണ് മറ്റ് മേഖലയേക്കാൾ കൂടുതലായി വയനാട്ടിൽ ടൈഗർ അറ്റാക്ക് ഉണ്ടാകുന്നത്. ഞാനൊന്ന് പറഞ്ഞിട്ട് അത് അഡ്രസ്സ് ചെയ്യാൻ ഞാൻ പറഞ്ഞത്, നമ്മൾ ഈ റിസോർട്ടുകളൊക്കെ വരുന്നു, പക്ഷേ വനത്തിനകത്തൊന്നും ആ നിലയിലേക്ക് വന്നതായിട്ടില്ല. പ്ലാന്റേഷനും പുതിയതായിട്ട് ഇവിടെ 77-ന് ശേഷം ഒന്നും പ്ലാന്റേഷനൊന്നും അതിൻ്റെ വസ്തുത പരിശോധിക്കേണ്ട വിഷയമാണ്. പക്ഷേ ഞാൻ പറയട്ടെ, ഇപ്പോൾ ചൂരൽമല സംഭവിച്ചു, അവിടുന്ന് നിലമ്പൂരേക്കുള്ള ആനത്താര നഷ്ടപ്പെട്ടു. അതിനെക്കുറിച്ച് റിപ്പോർട്ട് നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് മേപ്പാടി അടക്കമുള്ള പ്രദേശങ്ങൾ മുൻപ് ശല്യം ഇല്ല എന്നിടത്ത് ശല്യം ഉണ്ടാകുമെന്ന് പറഞ്ഞ് അതാണ് കഴിഞ്ഞ ആഴ്ച ഒരു മരണത്തിലേക്ക് എത്തിച്ചത്. അത് നമുക്ക് റിസ്റ്റോർ ചെയ്തേ പറ്റൂ. പിന്നെ അതിരമ്പള്ളിയിലെ പറയുമ്പോൾ 2020 വരെ അവിടെ ആനയുടെ സാന്നിധ്യമില്ലായിരുന്നു, മരണങ്ങളില്ലായിരുന്നു. 2020-ന് ശേഷം എന്തുകൊണ്ടാണ് സംഭവിച്ചതെന്ന് ചോദിച്ചാൽ നമ്മളിപ്പോൾ അനുമാനിക്കുകയാണ്. 2018-ലെ വെള്ളപ്പൊക്കത്തിന് ശേഷമുണ്ടായ ടെറൈനിലുണ്ടായിരിക്കുന്ന മാറ്റവും വനത്തിനകത്തുണ്ടായിരിക്കുന്ന സവിശേഷത വെച്ച് ഇതെല്ലാം റിസ്റ്റോർ ചെയ്യാൻ എങ്ങനെ പഠിക്കുമെന്നുള്ളതൂടെ നമ്മുടെ ഈ ടോട്ടൽ പാക്കേജിനകത്തുണ്ടാകും. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.